തിരുഹൃദയത്തിൽ ഭക്ത്യാദരവോടെ നോക്കിയിരുന്ന വേളയിതിൽ അറിയാതെ അകതാരിലാകെ അനുഗ്രഹപ്പൂമഴയായി തവ സ്നേഹം. തിരുഹൃദയത്തിൽ ഭക്ത്യാദരവോടെ നോക്കിയിരുന്ന വേളയിതിൽ അറിയാതെ അകതാരിലാകെ അനുഗ്രഹപ്പൂമഴയായി തവ സ്നേഹം. തിരുഹൃദയത്തിൽ ഭക്ത്യാദരവോടെ നോക്കിയിരുന്ന വേളയിതിൽ കാരുണ്യവും താവനാം ദൈവത്തിൻ സംപ്രീതിയും പരിശുദ്ധാത്മാവിൻ സഹവാസവും നമ്മിലുണ്ടാകേണമെന്നുമെന്നും ജനപദങ്ങളെ കർത്താവിനെ വാഴ്ത്തിയിടുവിൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഭൂവാസികളെ കർത്താവിനെ വാഴ്ത്തിയിടുവിൻ. ഹല്ലേലൂയ ഹല്ലേലൂയ.
നമസ്കാരം. ആദ്യം തന്നെ ഞാൻ അല്പം വൈകിയതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഇറങ്ങി ഉടനെ രാവിലെ ചോദിച്ചു ഉറക്കത്തിൽ എണീറ്റ് വന്ന പോലെ ഉണ്ടല്ലോ. ശരിയാണ്, ഉറക്കത്തിൽ എണീറ്റ് വന്നതാണ്. കാരണം എന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞെത്തിയപ്പോൾ 2 മണിയായി. സത്യത്തിൽ ഇന്ന് രാവിലെ ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഹിന്ദി സിനിമയുടെ ഷൂട്ടിംഗ് ഞാൻ ബോംബെയിലേക്ക് പോകുന്നതാണ്. പക്ഷേ എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്ത് പള്ളിയാണ് ജോർജ് ജോബി. ജോർജ് ജോബിയോട് വരാതെ പോവുകയാണെങ്കിൽ നമ്മൾ എല്ലാ ബന്ധവും ഇതോട്ട് തീരുമെന്ന് പറഞ്ഞു. ആ ഭീഷണി മുഴക്കിയ സ്ഥിതിക്ക് വരാതിരിക്കാനും പറ്റിയില്ല. അങ്ങനെ ജോർജിന്റെ ആജ്ഞ മാനിച്ചുകൊണ്ട് ഞാൻ ഉറക്കവും ഷൂട്ടിങ്ങും എല്ലാം മാറ്റി വെച്ച് എത്തിയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിലിരിക്കുന്നത്. എന്നെ പറഞ്ഞു പറ്റിച്ചു. എന്നോട് പറഞ്ഞത് ചെറിയ എന്റെ കുടുംബാംഗങ്ങളും വീട്ടുകാരും കൂടുന്ന ചെറിയൊരു പരിപാടിയാണെന്നാണ് പറഞ്ഞത്. ഇത്ര വലിയൊരു ആഘോഷമാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എന്ത് തന്നെയായാലും ഇത്രയും നല്ലൊരു ദിവസം ഒരു നല്ല കാര്യത്തിനായി നടത്താൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇതിനുള്ള കൂടിയിരിക്കുന്ന എല്ലാവർക്കും എല്ലാവരുടെ സ്നേഹവും ഐശ്വര്യവും സമൃദ്ധിയും ഈശ്വരൻ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ദിവസം സംഘടിക്കുന്നു. ജോർജിന് എന്റെ ഈ വരവ് കൊണ്ട് എന്തെങ്കിലും സന്തോഷം ഉണ്ടായിക്കോട്ടെ, നിങ്ങൾക്കും എന്തെങ്കിലും സന്തോഷം ഉണ്ടായിക്കോട്ടെ ഇന്നും പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. ഞാൻ പള്ളിയിലൊക്കെ പോയിട്ടുണ്ട്. ഈസ്റ്റർ, ക്രിസ്മസ് അങ്ങനെയൊക്കെ ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ പോയിട്ടുണ്ട്. ചില സമയത്ത് പള്ളിയുടെ അന്തരീക്ഷം എനിക്കിഷ്ടമായതുകൊണ്ടും ഇവിടുത്തെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഇഷ്ടമായതുകൊണ്ടും ഒക്കെ ഞാൻ പള്ളിയിൽ പോകാറുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു ഫംഗ്ഷന് ഞാൻ ആദ്യമായിട്ടാണ്. അതിലൊരു സന്തോഷമുണ്ട് എനിക്ക്. പറഞ്ഞപോലെ വളരെ ചെറിയൊരു ഫംഗ്ഷനാണെന്നാണ് എൻ്റെ അടുത്ത് ചോദിച്ചേട്ടൻ പറഞ്ഞിരുന്നത്. പക്ഷെ ഇത്രയും വലിയൊരു ആൾക്കാരൊക്കെ ഇങ്ങനൊരു വലിയ ഫംഗ്ഷനാണെന്ന് എനിക്ക് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. ഇവിടെ വന്നപ്പോൾ എനിക്ക് കുറേ ഫ്രണ്ട്സിനെ കിട്ടി. എല്ലാവരും ഒരാൾ പൃഥ്വി ഫാൻസ് ആണ്, ഒരാൾ ആസിഫ് അലി ഫാൻസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു. തൊട്ട് നോക്കിയാലേ വിശ്വസിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ വന്നപ്പോൾ ആദ്യം തന്നെ അവരുടെ കുറേ എന്താ പറയുക, കുറേ ഫണി തിങ്സ് അല്ലെങ്കിൽ കുറച്ച് നേരം അവരായിട്ട് കൊണ്ടുവിടാൻ പറ്റി നല്ല ഫ്രണ്ട്സിനെ കിട്ടി. ഒരുപാട് സന്തോഷം. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് പറയാനുള്ളത് നല്ല എല്ലാവർക്കും നല്ല ഐശ്വര്യവും സൗകര്യവും ഉണ്ടാവട്ടെ. എല്ലാവർക്കും പെരുന്നാൾ ആശംസിക്കുന്നു.
സ്വർഗസ്ഥിതനാം താരാവിൻ നാമം തൂകിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. Oh,
സകലത്തിന്റെയും മഹായ നൈക്യം കർത്താവേ മമരാജാവേ പാടും നിൻ പുകഴെന്നും ഞാൻ സർവേശാനിൻ തിരുനാമം പാടിയിടും ഞാനവരതം കർത്താവേ
എന്റെ കർത്താവേ, സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവരും ആത്മാവിനെ രക്ഷിക്കുന്നവരും ജീവിതത്തിൽ പരിപാലിക്കുന്നവരുമാണ്. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ, എന്നേക്കും ആമേൻ. അതുവഴി ആത്മശരീരം ഉപകരിക്കുന്ന സ്നേഹം
ജ്ഞാനസ്നാനം വഴി നിങ്ങൾ അവനോടൊപ്പം സംസ്കരിക്കപ്പെട്ടു. മരിച്ചവരിൽ നിന്ന് അവനെ ഉയർപ്പിച്ച ദൈവത്തിന്റെ പ്രവർത്തനത്തിലുള്ള വിശ്വാസം നിമിത്തം നിങ്ങൾ അവനോട് കൂടെ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾ പാപം നിമിത്തം പ്രബലരും ദുർവാസനകളുടെ പരിച്ഛേദനം നിർവഹിക്കാത്തവരുമായിരുന്നു. ദൈവം നിങ്ങളെ അവനോട് കൂടെ ജീവിപ്പിക്കുകയും നമ്മുടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്തു. നമുക്ക് ദോഷകരമായിരുന്ന ലിഖിത നിയമങ്ങളെ അവൻ മായ്ച്ചു കളയുകയും അവയെ കുരിശിൽത്തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി. അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഗണന കാരണമാക്കി. നമ്മുടെ കർത്താവായ യേശുവിനെ സ്തുതിക്കുന്നു. അവനവരോട് പറഞ്ഞു, മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് ആയിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കുവാൻ തക്ക വിധം അവരുടെ മനസ്സ് അവൻ തുറന്നു. അവൻ പറഞ്ഞു, ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു സഹിക്കുകയും മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണം. പാപമോചനത്തിന്റെ അനുതാപം അവന്റെ നാമത്തിൽ യെരൂശലേമിൽ ആരംഭിച്ച് എല്ലാ ജനങ്ങളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ സാക്ഷികളാണ്. ഇതാ എന്റെ പിതാവിന്റെ വാഗ്ദാനങ്ങളെ ഞാൻ അയക്കുന്നു. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ നഗരത്തിൽ തന്നെ വസിക്കുവാൻ. Bye.
സർവ്വരും ഒന്നായി പാടിയിടട്ടെ ആമേൻ ആമേൻ. മാതോമായെയും ദിനസാരികളെയും സൽക്കർമ്മികളെയും ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. എല്ലാരും മഹിയോദ്ധാനത്തിൽ ശരണം തേടുന്നു. ധന്യമായ
കർത്താവേ, ആസ്വദിക്കണമേ. എന്റെ സഹോദരരെ, കുർബാനയുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ വർദ്ധിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങളെ നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരങ്ങളാകുന്ന ദിവസങ്ങളെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനങ്ങളുടെ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് നന്ദിയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും വന്ദനയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. അഗ്നിമയന്മാരും സ്വർഗീയ സൈന്യങ്ങളും നാമം പ്രകീർത്തിക്കുന്നു.
പരിപൂർണ്ണ മനുഷ്യനായ സ്ത്രീകളായി നിയമത്തിൽ അധീനനായ നിയമത്തിനെതിരാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായി രഹസ്യത്തിൽ സന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചുകൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയെടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത്
നിന്റെ ദൈവിക ദൈവത്തെ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യസ്വഭാവം സ്വീകരിക്കുകയും അധപ്പതിച്ചു പോയ ഞങ്ങളെ സംസ്കരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ ക്ഷമിച്ചു വിശദീകരിച്ചു. ഞങ്ങളുടെ ദുഃഖിക്ക് പ്രകാശം നൽകുകയും ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ലളിതമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കരുണയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ ഭരണാധികാരിയുമായ റോമായിലേമാർ ഭരണാധികാരിയായ വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവുമായ മാർഗ്ഗവത്സരക്ഷകനായ വേണ്ടിയും ഞങ്ങളുടെ തിരുപതാധ്യക്ഷനായ മാർഗതായ വേണ്ടിയും വിശ്വകത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർതിരിഞ്ഞു പോയ എല്ലാ മനുഷ്യർക്കും വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവ്വം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിന് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നമ്മളും വിശുദ്ധവുമായ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാദരണത്തിൽ ദൈവമാതാവായ ആലയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതികളുടെ നീതിമാന്മാരും പിതാക്കന്മാരുടെയും ഭാവനസ്മരണം അങ്ങയുടെ അന്യവും സമൃദ്ധവുമായ പ്രയാസം ജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോമിശിഹായ ക്രൈസ്തവനും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ ദൈവമായ ജീവനായമായ സുവിശേഷം പ്രവാചകന്മാർ, സ്ത്രീഹന്മാരും സാക്ഷികൾ വന്നവന്മാർ, മദ്രാന്മാർ, ലോഹിതന്മാർ, ശുശ്രൂഷകർക്കും വിശുദ്ധമായ സജീവവും ജീവനായകവുമായ ആൾക്കാരും പരിശുദ്ധ എല്ലാവർക്കും ആവശ്യമായ നേതൃത്വത്തിനെയും ശരിയെയും മാർഗം പഠിപ്പിക്കുന്ന എല്ലാവരും അറിയട്ടെ. അങ്ങ് നൽകിയ പരമ്പരാഗതമായി സ്വീകരിക്കണമേ. നാട്ടിൽ കൂടി ഇപ്പോൾ സന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാട്ടിൽ രക്ഷകരമായ ഈശോമിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ദാനത്തിന്റെയും മഹനീയവും ഭയങ്കരവും പരിശുദ്ധവും ജീവനായവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു.
ഞങ്ങൾ തീർത്ഥയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവനായ ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങൾക്ക് ഈശോമിശിഹായ നാമത്തിന് സ്തുതിയും നാഥനായ ആരാധനയും എപ്പോഴുണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതിഭാമോചനം രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകനെ അവന്റെ നശിപ്പിക്കുന്ന ദിവസങ്ങളിൽ നമുക്ക് പ്രത്യേകതയോടെ സമീപിക്കാം. അന്തരാത്മത്തോടെ അടയാളങ്ങളോടും പാപങ്ങളെ ക്ഷമിച്ചുകൊണ്ടും സഹോദരരെ പ്രശംസിച്ചുകൊണ്ടും നമുക്ക് സ്ഥലത്തിലെ ആജ്ഞയായിട്ട് ചെയ്യാം. രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
വസിക്കുന്ന കൂടാരത്തിൽ പരിശുദ്ധമാകുമീ ബലിപീഠത്തിൽ ദൈവം വസിക്കുന്ന കൂടാരത്തിൽ പരിശുദ്ധമാകുമീ ബലിപീഠത്തിൽ നന്ദി തൻ ബലിയായി തെളിയുന്ന തിരിയായി തീർന്നിടാനാശയോടണയുന്നിതാ നന്ദി തൻ ബലിയായി തെളിയുന്ന തിരിയായി തീർന്നിടാനാശയോടണയുന്നിതാ തിരുസുതനോടൊപ്പം ഒരു ബലിയായി തീരാം നവജീവൻ നേടാം പുതുമലരായി വിരിയാം തിരുസുതനോടൊപ്പം ഒരു ബലിയായി തീരാം നവജീവൻ നേടാം പുതുമലരായി വിരിയാം ആരാധനയ്ക്കായി അണയുന്ന ദാസരിൽ കാരുണ്യപ്പൂമഴ തൂകേണമേ ആരാധനയ്ക്കായി അണയുന്ന ദാസരിൽ കാരുണ്യപ്പൂമഴ തൂകേണമേ മാറാത്ത സ്നേഹവും വറ്റാത്ത നന്മയും നേടിടാനാശയോടണയുന്നിതാ മാറാത്ത സ്നേഹവും വറ്റാത്ത നന്മയും നേടിടാനാശയോടണയുന്നിതാ തിരുസുതനോടൊപ്പം ഒരു ബലിയായി തീരാം നവജീവൻ നേടാം പുതുമലരായി വിരിയാം തിരുസുതനോടൊപ്പം ഒരു ബലിയായി തീരാം നവജീവൻ നേടാം പുതുമലരായി വിരിയാം രക്ഷാകരങ്ങളാൽ പുൽകുന്ന സ്നേഹമേ ആത്മാവിലഗ്നിയായി വന്നിടണേ രക്ഷാകരങ്ങളാൽ പുൽകുന്ന സ്നേഹമേ ആത്മാവിലഗ്നിയായി വന്നിടണേ ജീവന്റെ നാദവും ആത്മീയമോദവും നേടിടാനാശയോടണയുന്നിതാ ജീവന്റെ നാദവും ആത്മീയമോദവും നേടിടാനാശയോടണയുന്നിതാ ദൈവം വസിക്കുന്ന കൂടാരത്തിൽ പരിശുദ്ധമാകുമീ ബലിപീഠത്തിൽ ദൈവം വസിക്കുന്ന കൂടാരത്തിൽ പരിശുദ്ധമാകുമീ ബലിപീഠത്തിൽ നന്ദി തൻ ബലിയായി തെളിയുന്ന തിരിയായി തീർന്നിടാനാശയോടണയുന്നിതാ നന്ദി തൻ ബലിയായി തെളിയുന്ന തിരിയായി തീർന്നിടാനാശയോടണയുന്നിതാ തിരുസുതനോടൊപ്പം ഒരു ബലിയായി തീരാം നവജീവൻ നേടാം പുതുമലരായി വിരിയാം തിരുസുതനോടൊപ്പം ഒരു ബലിയായി തീരാം നവജീവൻ നേടാം പുതുമലരായി വിരിയാം നമ്മുടെ
ഇന്നലെ അറിയിച്ചതുപോലെ ഓർഡേഴ്സിന്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരിക്കുന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് ഉച്ച കഴിഞ്ഞ് നമുക്കറിയാം വൈകുന്നേരം സെന്റ് ജൂഡ് ലതീന് 6:30 ആരംഭിക്കുന്നു. 7 മണിക്ക് സെന്റ് സെബാസ്റ്റ്യൻ കപ്പേള ആരംഭിക്കുന്നു. ഏറ്റവും ദൈവാനുഗ്രഹവും മനോഹരവും സുന്ദരവുമായ ഒരു തിരുക്രമമാണ് വെള്ളിത്തിരി പ്രദക്ഷിണം പരിശുദ്ധ അമ്മയോട് ജപമായി അർപ്പിച്ചിട്ടുള്ളത്. എല്ലാവരും സ്വർഗം തുറക്കപ്പെടും. ധാരാളം ദൈവാനുഗ്രഹം വർഷിക്കപ്പെടുന്ന ഈ കടന്നു പോകുവാൻ പാലിപ്പിക്കണമെന്ന് ഓർത്തുകൊണ്ട് എല്ലാവരും പൊതുവായിട്ട് പൊന്തക്കഴിക്കുന്നത് നല്ലതാണ്. എഴുതി കാര്യം എഴുതേണ്ട എഴുതി മേടിച്ച് വെച്ചിട്ടുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ സമാന സന്ദേശങ്ങൾ ഏറ്റെടുത്ത് മാറ്റിവെച്ചാൽ അത് 8:00-ക്കാണ്. 8:50 വിശുദ്ധകുമാരന്റെ വാഴ്. അതിനുശേഷം 9 മണിക്ക് സ്നേഹവിരുന്ന്. തിരുക്കർമ്മങ്ങളുടെ ശേഷം സ്നേഹവിരുന്ന് ഞാൻ ആസ്വദിക്കും. ആസ്വദിച്ചതിന് ശേഷം വിവിധ കൗണ്ടറുകളാണ്. എല്ലാവരും ഓർമ്മകളായും ആരും ശ്രദ്ധിക്കുവാനില്ല. നമ്മളെല്ലാവരും ഓർഡേഴ്സ് എല്ലാവർക്കും വിഭവങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ പ്രസിഡന്റിന്റെ അകമഴിഞ്ഞ സഹകരണത്തിനായിക്കൊണ്ട് പ്രത്യേകമായിട്ട് പ്രസിഡന്റ് കുടുംബാംഗങ്ങളെ നന്ദിയോടെ ഓർമ്മ. അതുകൊണ്ട് ശാന്തമായിട്ട് വിവിധങ്ങളായ ആഴ്ചകളുണ്ട്. എല്ലായിട്ടും പോയി ആഴ്ച ഒന്ന് തന്നെ കഴിച്ചു പ്രവർത്തനമിരിക്കുന്നത് നോക്കിയിരിക്കുന്നത് എല്ലാവരും ഉറപ്പുമായിട്ട് അത് ആസ്വദിച്ച് കഴിക്കണമെന്ന കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മിക്കുന്നു. നാളെ കുർബാന 6 മണിക്ക് നമ്മുടെ ദിവസത്തിലെ പ്രധാനമാണ്. ആ കുർബാന സ്വീകരിക്കുന്ന കുട്ടികളുടെ ശിശുഭവന സമയത്ത് വരിക. നാളെ കുർബാനയ്ക്ക് ശേഷം കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നത്. അതിനുശേഷം നാളെ കുർബാനയ്ക്ക് ആ കുർബാന സ്വീകരിക്കുന്ന കുട്ടികൾക്ക് പാപ്പുടിച്ചതിന് ശേഷം 10 മണിക്ക് ഞാൻ ക്ലാസ് എടുക്കുന്നത്. അതിനുശേഷം ആയിരിക്കും സംസാരിപ്പിക്കുവാനുള്ള സമയം നൽകിയിരുന്നത്. നന്നായിട്ട് പഠിക്കണം. കളിച്ച് നടക്കുന്ന കുർബാന സ്വീകരിക്കുമ്പോൾ വേദപാഠം നന്നായിട്ട് പഠിച്ചിരിക്കണം. പഠിച്ചത് ഉറപ്പായിരിക്കുന്നതിന് നാളെ 10 മണിയുടെ ക്ലാസ് വരാവുന്ന കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ഞങ്ങളുടെ ഉദ്ധാനചാരമായി ഭവിക്കട്ടെ. മനുഷ്യവംശത്തിന് നൽകിയ വാദത്തെ ഓർത്ത് സ്വരാജ്യത്തിലെ സഹനീതിമാന്മാരോട് കൂടി അങ്ങേ സ്തുതിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ആ
പിതാവേ അനന്ത നന്മയാകും പരമോന്നത ഹൃദയം തുറന്നു സ്നേഹമേകും കരുണാമയ പിതാവേ അനന്ത നന്മയാകും പരമോന്നത ഹൃദയം തുറന്നു സ്നേഹമേകും കരുണാമയ കൃപയോലുമേകനാമം പരിപൂജ്യമായിടേണം തിരുവിഷ്ടമെന്നുമിവിടെ പ്രിയമാകണം നിറവേറണം പിതാവേ അനന്ത നന്മയാകും പരമോന്നത ഹൃദയം തുറന്നു സ്നേഹമേകും കരുണാമയ ഗുരുനാഥനായി നീ കൂടെയുണ്ടാവുകിൽ ചെയ്യുന്നതാകെയും ഫലമായിടും ഗുരുനാഥനായി നീ കൂടെയുണ്ടാവുകിൽ ചെയ്യുന്നതാകെയും ഫലമായിടും ഭരമേറ്റ കാര്യമേതും ആശ്വാസദായകൻ മിഴിവോടെ പൂർത്തിയാക്കുവാനും കഴിവേകിടും പിതാവേ അനന്ത നന്മയാകും പരമോന്നത ഹൃദയം തുറന്നു സ്നേഹമേകും കരുണാമയ